നോമ്പ് 4-ാം ബുധൻ. വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. ബർത്തിമേയോസിന് കാഴ്ച. ജോർദാൻ നദിക്ക് ഏതാണ്ട് 5 മൈൽ പടിഞ്ഞാറായും ചാവുകടലിന് 6 മൈൽ വടക്കായും സ്ഥിതി ചെയ്യുന്ന പട്ടണമായ ജെറിക്കോയിലാണ് ഇന്നത്തെ ഈ സംഭവം അരങ്ങേറുന്നത്. ബർത്തിമേയോസ് ഒരു അന്ധയാചകനായിരുന്നു. പിതാവായ തിമേയോസിന്റെ പേരിൽ പരിചയപ്പെടുത്തുന്നതിനാൽ ഏതോ നല്ല കുടുംബത്തിൽ പിറന്നവനാകാനാണ് സാധ്യത. ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം എന്ന് പറയുന്നതിൽ നിന്നും അവൻ മുമ്പ് കാഴ്ചയുള്ളവനായിരുന്നു എന്ന് സുവ്യക്തമാണല്ലോ. നസ്രായനായ യേശുവാണ് കടന്നു പോകുന്നതെന്ന് മറ്റുള്ളവർ പരിചയപ്പെടുത്തുമ്പോൾ ദാവീദിന്റെ പുത്രനായ യേശുവെ എന്ന് വിളിക്കാനുള്ള ഉൾക്കാഴ്ച അവനുണ്ടാകുന്നു. അത് യേശുവിന്റെ മെസ്സയാനിക നാമമാണ്. അന്നുവരെ നസ്രായൻ എന്ന് മാത്രമാണ് അവൻ അറിയപ്പെട്ടിരുന്നത്. അവന്റെ ആന്തരിക നയത്തിന്റെ തുറവി തിരിച്ചറിഞ്ഞ യേശു പാരിതോഷികമായി അവന് തൽക്ഷണം ബാഹ്യമായ കാഴ്ച പ്രദാനം ചെയ്യുന്നു. യേശു നിന്നെ വിളിക്കുന്നു എന്ന് കേട്ടതും ഭിക്ഷാടനത്തിനായി വിരിച്ചിട്ടിരുന്ന അവന്റെ പുറംകുപ്പായം ദൂരെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അവൻ ചാടി യേശുവിനരികിലെത്തിയത്. കാഴ്ച തിരികെ കിട്ടിയതും അവൻ വഴിയിൽ അവനെ അനുഗമിച്ചു. പുറംകായം ഉപേക്ഷിക്കുന്നത് പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുന്നതിന്റെ സൂചനയാണ്. യേശുവിനോടൊപ്പം നിരന്തരം യാത്ര ചെയ്തിട്ടും സ്വന്തം ശിഷ്യർ തങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സ്ഥാനമാനങ്ങളെ കുറിച്ചാണ് അപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. പഴയ ജീവിത രീതിയെ മുഴുവനായി വിട്ടുപേക്ഷിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ എല്ലാം യേശു അനുഗമനം പൂർണ്ണമാകാത്തത്.